90 ദിവസമാണ് ഒരു കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഏറ്റവും ഡിഫോൾട്ടായിട്ടുള്ള സമയം. അതിനുശേഷവും സമയമെടുക്കാം. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്നൊരു സ്ഥിതി ഉണ്ടാവും. പറ്റുമെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതാണ്. ഈ കേസിൽ ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ കാര്യത്തിൽ അഭിലാഷ് ഒരുപക്ഷെ അഭിലാഷിൻ്റെ തന്നെ ഈ ജേർണലിസ്റ്റ് ജീവിതത്തിനിടയ്ക്ക് കേരളത്തിലെ മറ്റ് സ്ത്രീകളുടെ പരാതികൾ എങ്ങനെയാണ് കേരള സൈബർ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്ന് വായിച്ചിട്ടുണ്ടാവും, വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാർത്തകൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ ഏതായാലും കണ്ടിട്ടുണ്ട്, ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. കേരള പോലീസിന് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മെറ്റ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ കമ്പനിയിൽ നിന്ന് പലപ്പോഴും കൃത്യമായ വിവരങ്ങൾ കിട്ടാറില്ല. കേരള പോലീസ് ഇമെയിൽ അയച്ച് കാത്തിരിക്കുക എന്നല്ലാതെ ഏത് IP-യിൽ നിന്നാണ് അത് ഡൗൺ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ പലപ്പോഴും ഇത്തരം കമ്പനികൾ ചെയ്യാറില്ല. അതിൻ്റെ കൃത്യമായ വിശദാംശങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടാറില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഫോറൻസിക് എവിഡൻസിന് കൊടുക്കേണ്ടത്. ഇത്തരം സംഗതികളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് പല സൈബർ അറ്റാക്ക് പരാതികളും വേണ്ട വിധത്തിൽ കോടതിയിൽ തെളിവുകൾ ശേഖരിക്കപ്പെടാതെ അവസാനിച്ചു പോകുന്നത്. ഇതിൽ മാധ്യമപ്രവർത്തകർക്ക് വരെ പരാതിക്കാരായിട്ടുണ്ട്. ഞാൻ പങ്കെടുത്ത പ്രധാനപ്പെട്ട സെമിനാറുകളിൽ മാതൃഭൂമി ടെലിവിഷൻ്റെ അന്നത്തെ എഡിറ്റർ പൊസിഷനിലുണ്ടായിരുന്ന ശ്രീകലയും മറ്റ് ചാനലുകളിലുള്ള പ്രധാനപ്പെട്ട വനിതാ അവതാരകരും പറഞ്ഞിട്ടുള്ളതാണ്, കേരള പോലീസിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ കിട്ടാൻ, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടാൻ വൈകുന്നതുകൊണ്ട് നീതി കിട്ടാറില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വേഗതയിൽ ഇത്തരം സാധനങ്ങൾ കിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇത് കിട്ടിയെന്നിരിക്കട്ടെ, മെറ്റയിൽ നിന്ന് കിട്ടിയെന്നിരിക്കട്ടെ, ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതും ഈ അക്കൗണ്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോണിക് എവിഡൻസ്, അതായത് മൊബൈൽ ഫോൺ ആവാം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആവാം, അത് കണ്ടെടുക്കണ്ടേ? അത് കണ്ടെടുത്തത് സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണ്ടേ? ഈ പ്രതിയിൽ നിന്ന് ഇനി അത് കണ്ടെടുക്കാൻ കഴിയും എന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? അത് നശിപ്പിക്കാനുള്ള അവസരം ആ പ്രതിക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഗോൾഡൻ അവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ വിസിറ്റേഴ്സ് ഡയറിയെ പറ്റി പറഞ്ഞു. വിസിറ്റേഴ്സ് ഡയറിയിൽ പരാതിക്കാരി ഒപ്പിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ FIR ഇടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിൽ പറഞ്ഞാണ് അങ്ങനെ ഒരു വിസിറ്റേഴ്സ് ഡയറി ഉണ്ട്, അതിൽ ഒപ്പ് കണ്ടെത്തി. പിന്നെ എങ്ങനെയാണ് അത് കാണാതായത്? ഇതിലെ സാക്ഷികൾ ഈ സമൂഹത്തിലെ അങ്ങേയറ്റം ദുർബലരായ മനുഷ്യരാണ്. ഒരു ഫോൺ കോൾ കൊണ്ട് പോലും പേടിക്കുന്ന ആളുകളാണ്. അഭിലാഷിനോട് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ അഭിലാഷിനോട് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ സിനിമാക്കാരെല്ലാം രാഷ്ട്രീയക്കാരെക്കാളും അങ്ങേയറ്റം പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്, നിൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ളൊരു മാഫിയ സംഘമല്ല, അതിനേക്കാൾ വലിയ ആളുകളാണ്. അതുകൊണ്ട് ഹരീഷ, ഇതുവരെ ഞങ്ങൾ നിന്നോട് ഈ കാര്യത്തിലൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത്തരം ചർച്ചകൾക്ക് പോകണോ? നമ്മൾ ഇതിൻ്റെ പ്രായോഗികമായ സംഗതികളിലേക്ക് കടക്കേണ്ടതുണ്ടോ? അഭിഭാഷക ജോലിക്ക് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ പറയുന്നത്, കഴിഞ്ഞ 15-20 വർഷക്കാലമായി കേരളത്തിലെ മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും വരെ ഏറ്റുമുട്ടിയിട്ടുള്ള എന്നോട് എൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് പേടിയുണ്ടാവുന്നുണ്ടെങ്കിൽ, അങ്ങേയറ്റം ദുർബലരായ, എന്നെയൊന്നും ഒരാളും തൊടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഈ സമൂഹത്തിലെ ജനങ്ങളുടെയും ഒക്കെ വലിയ പിന്തുണയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ മനസാക്ഷിയുടെ ശക്തി കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമില്ലാത്ത ദുർബലരായ മനുഷ്യരാണ് ഇതിലെ സാക്ഷികൾ. ഈ സാക്ഷികൾ എന്തുമാത്രം പേടിക്കുന്നുണ്ടാവുമെന്ന് അഭിലാഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പേടിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഫോൺ കോളുകളിലൂടെ അവരെ നിരുത്സാഹപ്പെടുത്താനും ഭാവിയിൽ അവരെ തിരിക്കാനുമുള്ള സാധ്യതകളുണ്ടെങ്കിൽ, ഈ പവർഫുള്ളായിട്ടുള്ള എൻറ്റിറ്റി, പിടിക്കപ്പെടാത്ത എൻറ്റിറ്റി പുറത്തു നിന്നുകൊണ്ട് ഓപ്പറേഷൻസ് നടത്തുന്നു. നിങ്ങൾ തന്നെ വാഴ്ത്തിപ്പാടുന്നതാ, കോടിക്കണക്കിന് രൂപ ഫീസ് വാങ്ങിക്കുന്ന അഭിഭാഷകരെ കൊണ്ട് അമ്മാനമാടുന്ന തരത്തിലുള്ള മാനിപ്പുലേഷൻ സാധ്യമായിട്ടുള്ള ഒരാൾ, നേരിട്ട് DGPക്ക് പരാതി കൊടുക്കുന്ന ഒരാൾ, ഈ മാനിപ്പുലേറ്റീവ് ഫോഴ്സിനെതിരായി സാക്ഷി പറയണോ വേണ്ടയോ എന്ന് ആളുകൾ പേടിക്കുന്ന ആളുകളെ പേടിപ്പിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും കഴിവുള്ള രീതിയിൽ ഈ പ്രതി പുറത്തു നിൽക്കുകയാണ്. ഈ കേസന്വേഷണം സമ്പൂർണ്ണമായി ട്രയലിൽ തെളിയണമെങ്കിൽ തീർച്ചയായിട്ടും പഴുതടച്ചുള്ള അന്വേഷണമാണ് ആവശ്യം. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഈ കാര്യത്തിൽ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഞാൻ പറഞ്ഞത് മറ്റ് കേസുകൾ പോലെ അല്ല, ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കേസുകൾ പോലെയല്ല. ഞാൻ ഈ ഒരു കേസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള കേസുകളുടെ കാര്യമാണ്. സെൻസിറ്റിവിറ്റി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സെൻസിറ്റീവായ കേസുകളിൽ ഇരയോടൊപ്പം നിന്നുകൊണ്ടല്ലാതെ സ്റ്റേറ്റിന് ഈ കേസിൽ പ്രോസിക്യൂഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ്
മറ്റ് മുമ്പ് പരിചയമില്ലാത്ത രീതിയിലുള്ള ബെയിൽ അപ്ലിക്കേഷൻ ഓർഡറുകൾ നമ്മൾ കാണുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ബെയിൽ അപ്ലിക്കേഷൻ തള്ളുന്ന ഓർഡറുകളിൽ ഈ വിക്ടിമിൻ്റെ സെൻസിറ്റൈസേഷനെ പറ്റി വിക്ടിമിനോട് സഹതപിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥ അവർക്ക് പരിരക്ഷ ഒരുക്കേണ്ടതിൻ്റെ സാധ്യതകളെ പറ്റി പറയുന്നൊരു വിധിന്യായം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് അപൂർവമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഇവിടെ ഇരകൾക്കൊപ്പം നിന്നുകൊണ്ട് സ്റ്റേറ്റ് ആ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഇത്തരം പ്രതികൾ രക്ഷപ്പെട്ടു വരുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 10-9 തെളിവ് ശേഖരിച്ചാലും തെളിയിക്കപ്പെടാത്ത 10ാമത്തെ തെളിവനുസരിച്ച് രക്ഷപ്പെടാനുള്ള പഴുത് പ്രതികൾക്ക് കൊടുക്കുന്ന ആ സംവിധാനത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. വ്യക്തിപരമായി ഞാൻ ഈ കേസിൽ ഇൻവോൾവ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്കേ അല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഈ നാട്ടിൽ ഇനിയും ജീവിക്കേണ്ട ഇത്തരം റേപ്പിസ്റ്റുകളുടെ മുമ്പിൽ നടക്കേണ്ടി വരുന്ന സ്ത്രീകൾ നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ട് ഞാൻ ഒരാളെ കുറ്റക്കാരനായി വിധിക്കുന്നില്ല, അത് കോടതിക്ക് വിടുന്നു. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള അലിഗേഷൻ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒഫൻസാണ്. ആ ഗൗരവമായിട്ടുള്ള ഒഫൻസ് കൃത്യമായി അന്വേഷിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെയും അവകാശവും ഉത്തരവാദിത്വവുമാണ്.